ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പിയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ഫാദറിനോട് പറയണം, ഫാദർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ പറഞ്ഞതൊന്നുമല്ല, അറിഞ്ഞ് പഠിച്ച് പറഞ്ഞത് തന്നെയാണ്, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷേ എനിക്ക് കുട്ടിയോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. കുട്ടി ഒരു ഓർഫണല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയെ അനുഗ്രഹിക്കുകയാണ്. ഈ ബൈബിൾ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ബൈബിളും കയ്യിലേക്ക് കൊടുത്തപ്പോഴേക്കും അലീനയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. ഫാദർ, അവനെയും കൂടി അനുഗ്രഹിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രോഹിത്തിനെയും അനുഗ്രഹിക്കുകയാണ് ഫാദർ. അപ്പോൾ അലീനയുടെ ആ ഒരു നന്മയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് വീണ്ടും അലീനയോട് ഇഷ്ടം കൂടി വരിക. ഈ സമയം തന്നെ വൈജയെ കാണിക്കുകയാണ്. വൈജയാണെങ്കിൽ അലീന ഇറങ്ങാൻ പറഞ്ഞിട്ട് പോലും അലീന ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അലീന ഇറങ്ങാത്തത് കൊണ്ട് വൈജ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുക. അപ്പോൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ച് ഈ ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ നോക്കുകയാണ്. അതായത് വൈജയുടെയും ബാലേന്ദ്രൻ്റെയും ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ നോക്കി ആ ഫോട്ടോ എടുത്ത് വെക്കണമെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്ക് വേണ്ട, ആ ഫോട്ടോ അവിടെ തന്നെ ഇരിക്കട്ടെ, എനിക്കെന്തിനാ ഫോട്ടോ, എന്നെ വേണ്ടത്തവർ എനിക്കും വേണ്ട എന്ന് ചിന്തിച്ച് വൈജ എല്ലാം പാക്ക് ചെയ്ത് വെക്കുക. ഈ സമയം തന്നെ നമ്മുടെ അലീനയും അതേപോലെ തന്നെ രോഹിത്തും കൂടി ഒരു ബേക്കറിയുടെ മുന്നിൽ ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ ചേച്ചി, നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? വേറെ എവിടെയെങ്കിലും പോകാൻ നമ്മൾ ബേക്കറി കയറുകയല്ലേ? അതല്ല, ബേക്കറി കയറി കഴിഞ്ഞ് ഈ ബേക്കറി ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അതെ, ഇന്ന് വലിയൊരു ആഘോഷം ഉണ്ടായതല്ലേ, അപ്പം നമുക്കത് തിമിർത്തായിട്ട് ആഘോഷിക്കണ്ടേ? ഓ പിന്നെ ഡിസ്മിസിൽ നിന്ന് സസ്പെൻഷൻ കിട്ടി, അത്രയല്ലേ ഉണ്ടായുള്ളൂ, അതിനാണോ ഇത്ര ആഘോഷിക്കാനായിട്ട്? എന്നാലും രോഹിത്തെ, നമ്മുടെ ന്യായങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ, പിന്നെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്നും ഫാദർ മനസ്സിലാക്കില്ലേ, അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് ഒരു മാസത്തേക്കല്ലേ നിന്നെ സസ്പെൻഡ് ചെയ്തോളൂ, അത് കഴിഞ്ഞ് വീണ്ടും കോളേജിലേക്ക് കയറാലോ, വീണ്ടും തുടർന്ന് പഠിക്കാലോ, അതിൻ്റെയൊക്കെ സന്തോഷം നമുക്ക് പങ്കുവെക്കണ്ടേ രോഹിത്തെ? അങ്ങനെയാണെങ്കിലും ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ആ ബേക്കറിലോട്ട് കയറുകയാണ്. അങ്ങനെ ആ ബേക്കറിലേക്ക് കയറി നമുക്കൊരു കേക്കും കുറച്ച് ലഡുകളും മേടിച്ചാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും നമുക്ക് പിന്നെ കേക്ക് മേടിക്കാം, നല്ല വെറൈറ്റി കേക്ക് തന്നെ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കേക്ക് സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ കേക്ക് അങ്ങോട്ട് മേടിക്കാം. അങ്ങനെ കേക്കുമൊക്കെ മേടിച്ച് കഴിഞ്ഞ് ബില്ല് നമ്മുടെ രോഹിത് തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ അവരതും കൊണ്ട് പോവുകയാണ്. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ വൈജി ആണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ്. അങ്ങനെ വൈജി ടാക്സി വിളിക്കുകയാണ്. ടാക്സിയോട് ഇന്ന സ്ഥലത്ത് എത്തണമെന്നും പറയുകയാണ്. അങ്ങനെ ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ ടാക്സി വരികയാണ്. അപ്പോഴത്തേക്കും വൈജി ആണെങ്കിൽ നേരത്തെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുക. അപ്പോൾ ഡ്രൈവറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അകത്തേക്ക് കയറി വാ എന്ന് പറയണം. എനിക്ക് കാലിന് തീരെ വയ്യേ, ശരിക്കും ഒരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് കൈക്ക് ശരിക്കും ബലം കിട്ടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പെട്ടിയൊക്കെ ഒന്ന് എടുക്കാൻ സഹായിക്കണം. ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡ്രൈവറും അകത്തേക്ക് കയറുക. അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബബിത് കാണുക. ബബിത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അത് ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറോ? നിങ്ങളെന്തിന് ഇങ്ങോട്ട് കയറിയത്? ആര് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറിയത്? ഇവിടുത്തെ മേഡം വിളിച്ചിട്ട് ഞാൻ വന്നത്. മേഡം വിളിച്ചിട്ട് ആയിക്കോട്ടെ, പക്ഷെ എന്തിനാണ് നിങ്ങൾ പെരക്കാത്തോട്ട് കയറിയത്? അപ്പോൾ വൈജിയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് കയറിയത്. എന്താമ്മേ കാര്യമെന്ന്? ഞാനേ പോവാണ്, അതുകൊണ്ട് തന്നെ ഈ ടാക്സിയിലാണ് പിടിച്ച് പോകുന്നത്. ഇയാളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് എൻ്റെ ബാഗൊക്കെ ഒന്ന് പൊക്കി സഹായിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇയാളുടെ കയ്യിലേക്ക് ആ പെട്ടി കൊടുക്കുക. അങ്ങനെ പെട്ടി കൊടുത്തിട്ട് ഇയാൾ വണ്ടിയിലേക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്യണം. അമ്മ എന്തിനുള്ള പുറപ്പാട്? അമ്മ ഇത് എങ്ങോട്ട് പോകുന്നു ചോദിച്ചു കഴിയുമ്പോഴേക്കും നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാന്നേ. അല്ല അമ്മ എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനു വേണ്ടി പോകുന്നു? അത് നിനക്കറിയില്ലേ? ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, അലീന. അവളല്ലേ നിങ്ങൾക്കിപ്പോൾ എല്ലാം. അവളുടെ കാര്യത്തിലാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത്. ഇവിടെ ഒരു അമ്മയുണ്ടെന്ന് പോലും ചിന്തിക്കാതെ നിങ്ങൾ അവളുടെ പിന്നാലെ തന്നെ എന്നെ നടക്കുന്നത്. അമ്മേ, ഒരു കാര്യം അമ്മ ചിന്തിക്കണം. അലീന ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ദ്രോഹിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അമ്മ ഹോസ്പിറ്റലിൽ കിടന്നല്ലോ 2 മാസം. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയത് ആരാണ്? അലീന ചേച്ചിയല്ലേ. അപ്പോൾ അമ്മ ഇല്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അലീന ചേച്ചി ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണടി ഞാനേ പോയി കഴിയുമ്പോഴേക്കും നിങ്ങളെയൊക്കെ ഞാൻ അലീനയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചേക്കുകയാണ്, എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അലീന അവളില്ല, ഒരുമ്പെട്ടവള്, നിങ്ങളെ നന്നായിട്ട് നോക്കിക്കോളും. അപ്പം ഈ അമ്മയുടെ ആവശ്യമില്ലല്ലോ. അപ്പം അമ്മ ഇവിടെ ഇറങ്ങിപ്പോയത് കൊണ്ട് യാതൊരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നുമില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഇവിടെ വിശദീകരിക്കേണ്ട. അമ്മ എന്താ അമ്മ ഇത്? പറയുന്നൊന്ന് കേക്ക്. അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ആരും പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു മര്യാദയിലും കാണിക്കണ്ടേ? അച്ഛൻ വരട്ടെ, അച്ഛനോട് പറഞ്ഞിട്ട് പോയാൽ പോരെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബാലേന്ദ്രനും ഇപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ പറയുന്ന വാക്കുകളല്ലേ, അലീന പറയുന്ന വാക്കുകളാണ് ബാലേന്ദ്രനും കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തെക്കുറിച്ചും ചിന്തയില്ല.
നീ എന്നെ വിട്ടണ്ടേ അമ്മ, പ്ലീസ് അമ്മ പോകല്ലേ അമ്മേ, അലീന ചേച്ചിയും വരട്ടെ. അയ്യടാ, ഇനി അവളുടെ അനുവാദത്തോടു കൂടി തന്നെ ഞാൻ പോകാനോ? അതിനെ എൻ്റെ പട്ടി പോലും നിൽക്കില്ല. നീ മാറി നിന്നേന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങോട്ട് തള്ളി താഴെ ഇടുകയാണ്. ബബിത അവിടെ അലച്ചും കെട്ടി വീഴുകയും ചെയ്യണം. അങ്ങനെ ഈ വൈജി ആണെങ്കിൽ ടാക്സി കയറി പോവുകയും ചെയ്യണം. അപ്പോൾ ബബിതയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ വൈജ നേരെ നമ്മുടെ കൊല്ലപ്പള്ളിയിലേക്ക് വന്ന് ഇറങ്ങാം. അപ്പോൾ അവിടെ മനു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിയുടെ വണ്ടി ഇതുവരെയായിട്ട് ശരിയായില്ലേ? ഇല്ലടാ, ശരിയായില്ല ആൻറ്റി. ഏതല്ലേ വന്നത് നന്നായി. ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങായിരുന്നു. ഏതായാലും ആൻറ്റിയെ കണ്ടല്ലോ. എടാ, നീ പോയിട്ട് പെട്ടെന്ന് വരില്ലേ? ഞാൻ വരും. ആൻറ്റി ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? വരൂടാ. അപ്പോൾ പെട്ടിയും കാര്യങ്ങളൊക്കെ കാണുകയാണ്. അപ്പോൾ മനുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. എടാ, പിന്നെ കമലേട്ടത്തെയും എൻ്റെ അച്ഛനൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്. ആൻറ്റി അതിൽ അകത്തേക്ക് കയറി ചെല്ല് എന്ന് പറഞ്ഞ് വൈജയെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. അപ്പോഴേക്കും കമല വരുന്നു. ഇത് ആരാ വന്നിരിക്കുന്നത്? ഏട്ടത്തിയോ? അല്ല, വൈജയോ? എന്താ വൈജയ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം? ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടിയൊക്കെ എടുത്താണല്ലോ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ മുന്നറിയിപ്പായിട്ട് എന്തിനാ വരുന്നത്? ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. അവളവിടെ ഉണ്ടല്ലോ, അലീന. അവളെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അവിടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന്. എന്നിട്ട് അവൾ അതുപോലും കേൾക്കാതെയാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇനിയും ഞാൻ അവിടെ തന്നെ നിൽക്കണമെന്നോ? ഒരിക്കലും ഞാൻ അവിടെ തന്നെ നിൽക്കില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നും പറയുകയാണ് നമ്മുടെ വൈജ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു ശിവൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശിവനാണ് നിൻ്റെ അഹങ്കാരം തീരൂല, എത്രയൊക്കെ കിട്ടിയാലും നിൻ്റെ അഹങ്കാരം തീരില്ല, അതാണ് നീയ. അത് ശരി, ഇപ്പം ഞാനായ അഹങ്കാരി. ശിവേട്ടാ, ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റ്? അവൾ ആരെങ്കിലും എനിക്ക് വില തരുന്നുണ്ടോ? അലീനയ്ക്ക് മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് ഞാനവിടെ എന്തിനാണ് നിൽക്കുന്നത്? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും ബാലേന്ദ്രൻ അവളുടെ സൈഡാണല്ലോ, അവളുടെ ഒത്താശ പിടിച്ച്. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിയുന്ന നേരത്തും ബാലേന്ദ്രൻ നല്ല സൗകര്യമായല്ലോ. എടി നിന്റെ വായിൽ നിന്ന് എന്തൊക്കെയാ വന്നാലും വൃത്തികെട്ട വാക്കല്ലാതെ വേറൊന്നും വരില്ലല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ശരി, ഞാൻ പറയുന്നതാണ് വൃത്തികേട്, കാണിച്ചു കൂട്ടുമെന്നല്ല. എവിടെന്നെങ്ങാണ്ട് കൊണ്ട് അവിഹിതത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് ഞെളിഞ്ഞ് സൗകര്യത്തോടെ അഭിനയിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കമലയാണെങ്കിൽ അയ്യോ വൈജ പറഞ്ഞു വളരെയേറെ ശരി തന്നെയാണ് വൈജെ, ഇവർക്കൊന്നും അങ്ങനെ വളം വെച്ച് കൊടുക്കാനായിട്ട് പാടില്ല. കമലേ, എരിതിയിൽ നീ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്. നിനക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കൽ പരിപാടി നിനക്ക് ഇത്തിരി കൂടുതലാണ്. അല്ലെങ്കിൽ കമലയുടെ നീ പറഞ്ഞതിൽ എന്താണ് ശിവേട്ട തെറ്റ്? അവളവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വല്ല അവർ കേൾക്കുന്നുണ്ടോ? പല പ്രാവശ്യം അവൾ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു, അവൾ അവിടെ നിന്ന് പടിയിറക്കി വിടാൻ പറഞ്ഞു. എന്നിട്ട് പോലും എങ്ങന്നോ കയറി വന്ന് അവളെ മതി എല്ലാവർക്കും. ഇപ്പം എൻ്റെ മക്കൾ പോലും ഇല്ല എൻ്റെ സൈഡ്, അവളുടെ സൈഡാണ് എല്ലാവരും പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവളെ മയക്കമരുന്ന് കൊടുത്ത് വശത്താക്കി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്നും കണ്ടു നിൽക്കാനും ക്ഷമിച്ച് നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. വൈജെ, നീ ഇങ്ങനെ പറയുമ്പോഴും നിന്റെ കാര്യം നീ ശ്രദ്ധിക്കണം. നിനക്ക് യോഗ്യതയുണ്ടോ വൈജെ അങ്ങനെയൊക്കെ പറയാനായിട്ട്? പിന്നെ നീ എന്തിനാ കിടന്ന് പൊലമ്പിക്കൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ശിവേട്ട. ശിവേട്ടനിപ്പോൾ അവളുടെ ഒപ്പം തന്നെയാണല്ലേ? ഇതെന്തൊരു ഗതികാണ് വൈജ, നിനക്കെന്താ ഭ്രാന്താണ്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ കമല പറയാണ്, അല്ലെങ്കിലും എന്ത് ചെയ്യാനാണ് വൈജേ? ഇപ്പതേ മനുവിനെ കൊണ്ട് കെട്ടിക്കാൻ നിൽക്കുകയല്ലേ നിന്റെ ഏട്ടൻ. മനുവിനെ ഈ നമ്മുടെ അലീനയെ. ഇത് കഴിഞ്ഞപ്പോഴേക്കും വൈജ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത്? കമലയെടുത്തി സത്യമാണോ? സത്യം പറഞ്ഞത്. മനു അലീനയെ തന്നെ കെട്ടുമെന്നും പറഞ്ഞുകൊണ്ട് പിടിവാശി പിടിച്ചുകൊണ്ട് നിൽക്കുക. അതിനൊത്താശ ചെയ്തതേ ശിവേട്ടനും. കൊള്ളാം. ശിവേട്ടന് ഇപ്പം എന്നോടൊരു കാര്യം ചോദിച്ചില്ലായിരുന്നു, നിനക്ക് ഭ്രാന്താണോ എന്ന്? അതാണിപ്പോൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ശിവേട്ടനൊക്കെ എന്താ ഭ്രാന്താണോ? നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല. അപ്പം ശിവേട്ടനാണെങ്കിൽ കമലയെ കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എരുതിയിൽ ഒന്നൊഴിച്ചപ്പോൾ സമാധാനമായില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്കൊക്കെ ശരിക്കും മുഴുത്ത വട്ടാണ്. ഇനി അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവിഹിതത്തിലുണ്ടായ ഒരു കുഞ്ഞിനെ കൊണ്ട് മനുവിനെ കെട്ടിക്കാനായിട്ട് പോകുന്നു. അത് വീട്ടിലേക്ക് കയറി വന്ന വേലക്കാരിയായിട്ടാ അവളെ കൊണ്ട് മനുവിനെ കെട്ടിക്കാനായിട്ട്. ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്ക് വൈജ, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. അയ്യോ, ഞാനൊരു ശല്യമായിട്ട് മേതാലി ഇവിടെ നിൽക്കാൻ പോകുന്നില്ല ശിവേട്ട. എനിക്കൊരു വാടക വീട് കിട്ടുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് മാറിക്കോളാം. അതിന് നിന്നോട് മാറാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ വൈജയെ. നിൻ്റെ വീടും കൂടിയല്ലേ ഇത്? അതെ, എൻ്റെ വീട് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വാടക വീട് കിട്ടുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് മാറിക്കോളാമെന്ന് പറഞ്ഞതും. വൈജെ, നിന്നോട് പറയാനായിട്ട് ഞാനില്ല, ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ അവിടെ നിന്ന് പോവാണ്. അപ്പം ശിവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജ ചോദിക്കണം, കമലേട്ടത്തി സത്യമാണ് കമലേട്ടത്തി പറഞ്ഞത്?
ആ അലീനെ മനുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോവാണെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, അങ്ങനെ ഒരു ആലോചന ഇവിടെ നടക്കുന്നുണ്ട്. കമലേട്ടത്തി സമ്മതിക്കരുത്, ഒരിക്കലും സമ്മതിക്കരുത്. അവളെ ഈ വീട്ടിലേക്ക് കയറ്റാനായിട്ട് കമലേട്ടത്തി സമ്മതിക്കാൻ പാടില്ല. ഞാൻ സമ്മതിക്കുമെന്ന് വൈജയ്ക്ക് തോന്നുന്നുണ്ടോ വൈജയ്? അവളെ വീട്ടിലേക്ക് ഞാൻ അടുപ്പിക്കില്ല, ഞാൻ ചൂലെടുത്ത് ഞാൻ അടിച്ചോടിക്കും. ആ രീതിയിലായിരിക്കുമല്ലോ എൻ്റെ പ്രവൃത്തി. എന്നാലും ഇത് വല്ലാത്തൊരു ഏർപ്പാടായി പോയല്ലോ. ഇവർക്കൊക്കെ ഇത് എന്താ പറ്റിയത്? ഇവർക്കൊക്കെ കണ്ണിലെന്താ ഇരുട്ട് കയറി കിടക്കുവാണോ എന്നൊക്കെ വൈജയും കമലയും കൂടി സംസാരിക്കാം. ഈ സമയം തന്നെ നമ്മുടെ അലീനയും രോഹിത്തും കൂടി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഈ ബബിതയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. ഇതെന്താ മോളെ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അലീനേച്ചി, അമ്മ ഇവിടെ നിന്ന് പോയി. അമ്മ പോയെന്നോ? എങ്ങോട്ട്, എന്തിന് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്കറിയില്ല, പെട്ടിയുമെല്ലാം എടുത്തിട്ട് അമ്മ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ഇനി എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷേ അലീന ചേച്ചിയെ പറഞ്ഞു വിടാതെ ഇനി അമ്മ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെയാണ് അമ്മ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ടാക്സിയും വിളിച്ച് ടാക്സിയിലാണ് അമ്മ പോയത്, കൊല്ലപ്പള്ളിയിലേക്ക് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ബബിത പറയുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടം തോന്നുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.